എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഓട്ടോമേഷൻ ഫ്രെയിംവർക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ടെസ്റ്റ് കേസസ് കമാൻഡ് ലൈനിൽ നിന്ന് മേവൻ യൂസ് ചെയ്ത് എങ്ങനെ റൺ ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രെയിംവർക്കിൽ com.test എന്നുള്ള പാക്കേജിനകത്ത് 3 ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 ക്ലാസ്സിലുമായിട്ട് ടോട്ടൽ 4 ടെസ്റ്റ് കേസസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഹോം ടെസ്റ്റ് 2 ടെസ്റ്റ് കേസ്, അതുപോലെ ലോഗിൻ ടെസ്റ്റിൽ 2 ടെസ്റ്റ് കേസസ്. ബേസ് ടെസ്റ്റിൽ സെറ്റപ്പ് മെത്തേഡും അതുപോലെ ടിയർ ഡൗൺ മെത്തേഡുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ടെസ്റ്റ് കേസ് ഒന്നുമില്ല. ഇനി നമ്മൾ കമാൻഡ് ലൈനിൽ നിന്ന് ഈ പർട്ടിക്കുലർ പാക്കേജിനകത്ത്, അതായത് com.test എന്നുള്ള പാക്കേജിനകത്തെ ക്ലാസ്സുകൾ എഴുതിയിരിക്കുന്ന ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഈ പ്രൊജക്റ്റ് കമാൻഡ് ലൈനിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പ്രൊജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൊക്കേഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ആരോ ഐക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫയൽ എക്സ്പ്ലോററിൽ പ്രൊജക്റ്റ് ഓപ്പൺ ആവും. ഇനി പ്രൊജക്റ്റിന്റെ അകത്ത് പോകണം. പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഈ ലൊക്കേഷനിൽ CMD എന്ന് എൻ്റർ ചെയ്ത ശേഷം വീണ്ടും എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ലൊക്കേഷനിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. ഇനി നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഫോൾഡേഴ്സ് ഉണ്ട്. നമ്മൾ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കമാൻഡ് മേവൻ യൂസ് ചെയ്ത് റൺ ചെയ്യാൻ പോവുകയാണ്. MVN clean എന്നുള്ളതാണ് കമാൻഡ്. ഈ കമാൻഡ് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ടാർഗറ്റ് ഡയറക്ടറിയിലെ ഫയൽസ് എല്ലാം ഡിലീറ്റ് ആയി പോകും. ഇനി നമ്മൾ വീണ്ടും എക്ലിപ്സ് IDയിൽ നോക്കിയാൽ കാണാം, ഇപ്പം നിലവിൽ ടാർഗറ്റ് ഫോൾഡറിനകത്ത് ഫയൽസ് ഒന്നുമില്ല. ഇനി ടെസ്റ്റ് കേസസ് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് MVN test എന്നുള്ളതാണ്. നമ്മൾ MVN ടെസ്റ്റിന്റെ കൂടെ ക്ലീൻ എന്നുള്ള കമാൻഡും കൂടെ ആഡ് ചെയ്യും. ക്ലീൻ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്ന ടാർഗറ്റ് ഡയറക്ടറി ഫയൽസ് ഡിലീറ്റ് ചെയ്യാനും, ടെസ്റ്റ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്ന നമ്മുടെ പ്രൊജക്റ്റിനകത്തെ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഇനി അതൊന്ന് ചെയ്ത് നോക്കാം. MVN clean test. ടെസ്റ്റ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ബ്രൗസർ ഓപ്പൺ ആയി. ടെസ്റ്റ് കേസും പാസ് ആയിട്ടുണ്ട്. ബിൽഡ് സക്സസ് എന്നുള്ളത് വന്നു. മേവൻ നമ്മുടെ പ്രൊജക്റ്റിലെ ടെസ്റ്റ് കേസ് പിക്ക് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട്. ഞാൻ എക്ലിപ്സ് ID വീണ്ടും സെലക്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, com.test എന്നുള്ള ആ പാക്കേജിനകത്തെ എല്ലാ ക്ലാസിൻ്റെയും ഫയൽ നെയിമിനകത്ത് ടെസ്റ്റ് എന്നൊരു വേർഡ് ഉണ്ട്. അപ്പം ടെസ്റ്റ് എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ മേവൻ അതൊരു ടെസ്റ്റ് കേസ് എഴുതിയിരിക്കുന്ന ജാവ ക്ലാസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുള്ളൂ. അങ്ങനെ ടെസ്റ്റ് എന്നൊരു വേർഡ് പ്രിഫിക്സ് ആയിട്ടോ പോസ്റ്റ്ഫിക്സ് ആയിട്ടോ ജാവ ഫയലിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ജാവ ക്ലാസ് മേവൻ പിക്ക് ചെയ്യുകയും റൺ ചെയ്യുകയും ചെയ്യും. നമ്മൾ കമാൻഡ് മാത്രം കമാൻഡ് ലൈനിൽ കൂടെ കൊടുത്താൽ മതി. MVN clean test എന്ന് കൊടുക്കുമ്പോൾ ടെസ്റ്റ് കേസ് തന്നെ പിക്ക് ചെയ്തോളും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫയലിനകത്ത് ടെസ്റ്റ് എന്നുള്ള ആ വേർഡ് വേണം. അത് നമുക്ക് പ്രിഫിക്സ് ആയിട്ടോ കൊടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റ്ഫിക്സ് ആയിട്ടും കൊടുക്കാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ പർട്ടിക്കുലർ വെബ് പേജിന് ഒരു പേര് കൊടുത്തിട്ട് അതിന് ശേഷം ടെസ്റ്റ് എന്ന് കൊടുക്കും. അതാണ് നോർമലി യൂസ് ചെയ്യുന്ന പാറ്റേൺ. ഇനിയിപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ഹോം എന്ന് കൊടുത്താൽ അത് പിക്ക് ചെയ്യും. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ ഹോം ടെസ്റ്റിന്റെ പേര് റീഫാക്ടർ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഈ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റീഫാക്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റീഫാക്ടറെ ഹോവർ ചെയ്ത് കഴിഞ്ഞ് റീനെയിം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹോം ടെസ്റ്റ് എന്നുള്ള പേര് ഞാൻ മാറ്റി ടെസ്റ്റ് ഹോം എന്നാക്കി. അതിനുശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്തു.
ഇനി ഞാൻ വീണ്ടും കമാൻഡ് പ്രോംപ്റ്റിൽ പോയി mvn clean test കമാൻഡ് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇത്തവണയും ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ആവും. മേവൻ ടെസ്റ്റ് കേസസ് റൺ ചെയ്യുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. നമ്മൾ ഫസ്റ്റ് ടൈം മേവൻ കമാൻഡ് യൂസ് ചെയ്ത് റൺ ചെയ്തപ്പോൾ ആദ്യമേ എക്സിക്യൂട്ട് ആയത് ഹോം ടെസ്റ്റ് ആയിരുന്നു. കാരണം ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് എച്ച് കഴിഞ്ഞാണ് എല്ല് വരുന്നത്. അതുകൊണ്ട് ഹോം ടെസ്റ്റ് എന്ന് പേരുണ്ടായിരുന്നപ്പോൾ ആദ്യമേ ആ പർട്ടിക്കുലർ ക്ലാസ്സിലെ ടെസ്റ്റ് കേസാണ് എക്സിക്യൂട്ട് ചെയ്തത്. വീണ്ടും നമ്മൾ ഹോം ടെസ്റ്റ് എന്നുള്ള ക്ലാസിന്റെ പേര് ടെസ്റ്റ് ഹോം എന്നാക്കി കഴിഞ്ഞപ്പോൾ ഇത്തവണ രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ലോഗിൻ ടെസ്റ്റ് ക്ലാസ്സിലെ ടെസ്റ്റ് കേസ് ആണ് ആദ്യമേ എക്സിക്യൂട്ട് ആയത്. കാരണം ഇപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് ലോഗിൻ ടെസ്റ്റ് കഴിഞ്ഞാണ് ടെസ്റ്റ് ഹോം എന്നുള്ള ജാവ ക്ലാസ് വരുന്നത്. ഇനി നമുക്ക് ഈ ടെസ്റ്റ് എന്നുള്ള വേർഡ് ഒരു പർട്ടിക്കുലർ ജാവ ക്ലാസ്സിൽ ഞാൻ മാറ്റുവാണ്. ഞാൻ ലോഗിൻ ടെസ്റ്റിലെ ടെസ്റ്റ് എന്നുള്ള ആ വേർഡ് മാറ്റുവാണ്. അപ്പം എന്ത് സംഭവിക്കും നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ റീഫാക്ടർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. റീനെയിം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഈ ടെസ്റ്റ് എന്നുള്ള വേർഡ് ഫയലിൽ നിന്ന് റിമൂവ് ചെയ്തു. അതിനുശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ വീണ്ടും മേവൻ കമാൻഡ് യൂസ് ചെയ്ത് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇത്തവണ ടെസ്റ്റ് റൺസിന്റെ കൗണ്ട് 2 ആണ്. കാരണം ടെസ്റ്റ് ഹോം എന്ന് പറഞ്ഞ ജാവ ക്ലാസ്സിലെ ടെസ്റ്റ് കേസ് മാത്രമാണ് ഇത്തവണ എക്സിക്യൂട്ട് ആയത്. കാരണം ലോഗിൻ ടെസ്റ്റ് എന്നുള്ള ആ ക്ലാസ്സിലെ ടെസ്റ്റ് എന്നുള്ള വേർഡ് നമ്മൾ റിമൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ മേവൻ അതിനകത്ത് ടെസ്റ്റ് കേസ് പിക്ക് ചെയ്തില്ല. അപ്പം ടെസ്റ്റ് എന്നുള്ള വേർഡ് ജാവ ക്ലാസ്സിനകത്ത് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രം മേവൻ വെച്ച് റൺ ചെയ്യുമ്പോൾ ടെസ്റ്റ് കേസസ് മേവൻ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. ടെസ്റ്റ് ഹോം എന്നുള്ളത് ഞാൻ വീണ്ടും നെയിം ചേഞ്ച് ചെയ്യുവാണ്. ടെസ്റ്റ് ഹോം എന്നുള്ളത് ഞാൻ ഹോം ടെസ്റ്റ് തന്നെ ആക്കുന്നു. അതുപോലെ ലോഗിൻ എന്ന ജാവ ക്ലാസ് ലോഗിൻ ടെസ്റ്റ് എന്ന് അപ്ഡേറ്റ് ചെയ്യുവാണ്. പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു. ഈ അവസ്ഥയിൽ വീണ്ടും mvn clean test എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത് കമാൻഡ് ലൈനിൽ നിന്ന് റൺ ചെയ്ത ആദ്യമേ റൺ ആകാൻ പോകുന്നത് ഹോം ടെസ്റ്റ് ആയിരിക്കും. കാരണം ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ഡീഫോൾട്ട് ആയിട്ട് മേവൻ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം, ഇപ്പൊ നമ്മൾ ഈ ജാവ ക്ലാസ്സസ് src ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിനകത്തെ com.test എന്ന പാക്കേജിനകത്താണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിത് മൂവ് ചെയ്ത് com.pages എന്ന പാക്കേജിലേക്ക് മാറ്റാം. അത് src മെയിൻ ജാവ എന്ന സോഴ്സ് കോഡിലാണ്. അങ്ങനെ ആ സോഴ്സ് കോഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ മേവൻ കമാൻഡ് യൂസ് ചെയ്ത് കമാൻഡ് ലൈനിൽ നിന്ന് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഞാൻ ബേസ് ടെസ്റ്റ് മൂവ് ചെയ്ത് com.pagesലേക്ക് മാറ്റുന്നു. ഓക്കെ കൊടുക്കുന്നു. അതുപോലെ ഹോം ടെസ്റ്റും com.pages എന്നുള്ള പാക്കേജിലേക്ക് മാറ്റി. അതുപോലെ ലോഗിൻ ടെസ്റ്റും മാറ്റി. ഇങ്ങനെ മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, pom.xml ഫയലിനകത്ത് ടെസ്റ്റ്ജിയുടെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കോപ്പ് ടാഗ് ആഡ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. സ്കോപ്പ് ടാഗ് ടെസ്റ്റ് വാല്യൂ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ്ജിയുടെ ടെസ്റ്റ് കേസസ് ഈ സോഴ്സ് കോഡിനകത്ത് ഐഡന്റിഫൈ ചെയ്യല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ ടെസ്റ്റ്ജി ഡിപ്പെൻഡൻസിക്കകത്ത് സ്കോപ്പ് എന്നൊരു ടാഗ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല.
ഞാൻ pond.xml ക്ലോസ് ചെയ്യുവാണ്. ഇനി നമുക്ക് ടെസ്റ്റ് കേസസ് കമാൻഡ് ലൈനിൽ നിന്ന് മേവൻ കമാൻഡ് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ സെയിം കമാൻഡ് തന്നെ യൂസ് ചെയ്തു. സെയിം കമാൻഡ് യൂസ് ചെയ്യണമെങ്കിൽ അപ്പ് ആരോയോ ഡൗൺ ആരോ യൂസ് ചെയ്താൽ മതി. അപ്പം പ്രീവിയസ്ലി നമ്മൾ ടൈപ്പ് ചെയ്ത കമാൻഡ് തന്നെ വന്നോളൂ. ഞാൻ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത്തവണ ബിൽഡ് സക്സസ് എന്ന് തോന്നുന്നു, പക്ഷേ ടെസ്റ്റുകളൊന്നും റൺ ആയില്ല. അതിനുള്ള കാരണം മേവൻ ബൈ ഡീഫോൾട്ട് ടെസ്റ്റ് കേസസ് പിക്ക് ചെയ്യുന്ന SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡറിനകത്താണ്. അത് മാത്രം പോരാ, ആ സോഴ്സ് ഫോൾഡറിനകത്ത് ജാവ ക്ലാസിന്റെ ഫയൽ നെയിമിനകത്ത് ടെസ്റ്റ് എന്നുള്ളൊരു വേർഡ് പ്രിഫിക്സ് ആയിട്ടോ പോസ്റ്റ് ഫിക്സ് ആയിട്ടോ ഫയലിന് വേണം. എങ്കിൽ മാത്രമേ മേവൻ ടെസ്റ്റ് കേസസ് ആ പർട്ടിക്കുലർ ജാവ ക്ലാസ്സുകളിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കുകയുള്ളൂ. നമുക്ക് തിരിച്ച് വീണ്ടും ടെസ്റ്റ് കേസുകൾ com.test എന്നുള്ള പാക്കേജിലേക്ക് മാറ്റാം. SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡർ നമ്പറിലേക്ക് ബേസ് ടെസ്റ്റ് ഞാൻ തിരിച്ചു മാറ്റുന്നു. അതുപോലെ ഹോം ടെസ്റ്റ് മാറ്റുന്നു. അതുപോലെ ലോഗിൻ ടെസ്റ്റും മാറ്റുന്നു. ഇനി വീണ്ടും നമുക്ക് മേവൻ കമാൻഡ് യൂസ് ചെയ്ത് കമാൻഡ് ലൈനിൽ നിന്ന് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാം. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ടെസ്റ്റ് കേസസ് മേവൻ പിക്ക് ചെയ്യും. ഈ ടെസ്റ്റ് കേസസ് റൺ ആകുന്ന ആദ്യമേ ഹോം ടെസ്റ്റിലെ ടെസ്റ്റ് കേസസ് ആയിരിക്കും. അതിനുശേഷം ലോഗിൻ ടെസ്റ്റ് എന്ന ജാവ ക്ലാസ്സിലെ ടെസ്റ്റ് കേസ് ആയിരിക്കും റൺ ആകുന്നത്. ആ ഓർഡറിലായിരിക്കും ടെസ്റ്റ് കേസസ് മേവൻ പിക്കപ്പ് ചെയ്യുന്നത്. കാരണം ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും മേവൻ ടെസ്റ്റ് കേസസ് റൺ ചെയ്യാൻ പോകുന്നത്. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. mvn ക്ലീൻ ടെസ്റ്റ് എന്നുള്ള സെയിം കമാൻഡ് തന്നെ ഞാൻ യൂസ് ചെയ്തു. ക്ലീൻ എന്ന കമാൻഡ് ടാർഗറ്റ് ഡയറക്ടറി ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് എന്നുള്ളത് കമാൻഡ് യൂസ് ചെയ്യാൻ ടെസ്റ്റ് കേസസ് റൺ ചെയ്യാൻ വേണ്ടി. ഇത്തവണ ടെസ്റ്റ് പിക്ക് ചെയ്തിട്ടുണ്ട് മേവൻ. ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഹോം ടെസ്റ്റിലെ ടെസ്റ്റ് കേസ് ആണ് എക്സിക്യൂട്ട് ആയത്. യൂസർ നെയിം പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്യാൻ നിങ്ങൾ കണ്ടു. കാരണം ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് മേവൻ ടെസ്റ്റ് കേസ് പിക്ക് ചെയ്യുന്നത്. നാല് ടെസ്റ്റ് കേസും പാസ് ആയിട്ടുണ്ട്. ബിൽഡ് സക്സസ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മേവൻ യൂസ് ചെയ്ത് ഓട്ടോമേഷൻ ഫ്രെയിംവർക്കിലെ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.